പിന്നെ നമ്മുടെ കുറച്ച് ആൾക്കാരെങ്കിലും ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നെല്ലാം കരുതിയിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും എനിക്ക് നാളെ രാവിലെ എണീച്ച് നാളെ രാവിലെ ഓഫീസിൽ പോകണമെന്നായിരുന്നു. ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കില്ലല്ലോ, അതേ സൗന്ദര്യം നമുക്ക് കുറവായിരുന്നു, എന്താ ചെയ്യുക. പിന്നെ നമ്മളതൊന്നും കാര്യമാക്കാറില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. തട്ടിപ്പ് നടത്തിയ പണം മുഴുവൻ കണ്ടെത്താൻ പറ്റുമോ പോലീസിന്? ഒലക്ക പറ്റും പോലീസിന്. പോലീസ് എന്താ പറഞ്ഞേ, ഈ ബാങ്കിൻ്റെ എല്ലാം മറ്റേ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് മറ്റേ ബോംബെയിലാണ്, അതുകൊണ്ട് ബോംബെയിൽ പോകണം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 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 അക്കൗണ്ട് ഇവരുടെ ശ്രീനിധി പ്രതാപിൻ്റെയൊക്കെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബോംബെ പോകണമെന്നെല്ലാം എഴുതി പിടിച്ച ടീമാണ്. എന്നിട്ട് ആ പോലീസിനെ കൊണ്ടൊന്നും ആടിയില്ല. അവരൊക്കെ ശ്രീനിധി എടുക്കുന്നു, പ്രതാപിന് എടുക്കുന്നു, പൈസ വാങ്ങിയിട്ട് ചോർത്തി കൊടുക്കുന്ന പരിപാടിയാണ്. എന്താണ് ഇവന്മാരാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ ഇവർക്ക് കൂട്ടുവെച്ചത്. ഇത്രയും വലിയ തട്ടിപ്പായി മാറിയത് ഇവരാണ്. ഇവരെന്ന് വെച്ചാൽ എത്രയാണെന്നറിയാം. ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം കോടികൾ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്നെയൊക്കെ ശ്രീനാഥ് പ്രതാപൻ ഡെയിലി വിളിക്കും, അല്ലെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പൈസ വാങ്ങൂല, അത് വേറെ കാര്യം. പക്ഷേങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്തവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പൈസ വാങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ശപിക്കലാണ്. നമ്മളൊക്കെ പിന്നെ അതിനെ നിന്നില്ല. പക്ഷെങ്കിൽ ഇവർ എന്തിനും റെഡിയായിരുന്നു. ഇവരെല്ലാവരും പരാതി കൊടുത്തവരോടൊക്കെ എന്താണ് വേണ്ടത്, ഈ പൂജ ചെയ്യാനൊക്കെയുള്ള ആൾക്കാരൊക്കെ കോടിക്കണക്കിന് രൂപയല്ലേ കൊടുക്കുന്നത്. സ്വാമി ആയാലും മറ്റേ ചാത്തൻ സേവക്കല്ലേ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത്. അറിയാൻ കഴിഞ്ഞത് ആ ചാത്തൻ സേവ ചെയ്ത ചങ്ങായി ഇപ്പൊ ഇവരുടെ കോടികൾ കൊണ്ട് പുതിയ അമ്പലം പണിത് പോലും. ആ ഒരു ചാത്തൻ സേവേന്റെ സംഭവം ഒരു അമ്പലം തന്നെ പണിതു എന്ന് പറഞ്ഞു. ഇവരെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊണാണ്. ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കൊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർമാർ നന്നായി, അതുപോലെ വക്കീൽമാർ നന്നായി, ഇതുപോലെ ചാത്തൻ സേവ ദല്ലാളന്മാർ അവരൊക്കെ നന്നായി. പണം പോയത് പാവങ്ങളതും കിടപ്പാടം പണയം വെച്ചും രോഗികളായിട്ടുള്ളവരുടെയും ഒക്കെ പൈസ പോയി. തട്ടിപ്പടുത്ത് മുഴുവൻ കണ്ടെത്താൻ പോലീസിന് പറ്റും. സമീറ യൂസഫ്, താങ്ക് യു സമീറ, താങ്ക് യു. സമീറ എൻ്റെ ചാനലൊന്ന് ഒന്ന് പറയാമോ സമീറ? ചാനലൊന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോക്ക് ഒരു കമൻറ്റ് ഇടുവാണെങ്കിൽ നമുക്ക്, ചാനലൊക്കെ ഉള്ള ആളാണെന്ന് വിചാരിക്കുന്നു, നമുക്ക് പൊളിക്കാം. ശ്രീന കാൾ റെക്കോർഡിങ് കേട്ടോ? പിന്നെ അതൊക്കെ കേട്ടിട്ടായിരുന്നു. അത് നമ്മളെ മികേഷിനെ വിളിച്ചതല്ലേ? മികേഷിനെ വിളിച്ചിട്ട് പേടിപ്പിക്കുന്നതല്ലേ? വിദേശത്ത് കടത്തിയതും ക്രിപ്റ്റോ കണ്ടെത്താൻ പറ്റില്ല, വൈ നോട്ട്? അതിൻ്റെ ഒക്കെ കണക്കെല്ലാം കിട്ടി ബ്രോ, അതിൻ്റെ എല്ലാം കണക്ക് കിട്ടി. എത്ര പൈസയുടെ ക്രിപ്റ്റോ ആണ് ഇടപാട് നടത്തിയത്, അതിൻ്റെ എല്ലാം കണക്ക് കിട്ടിയില്ലേ? അതൊക്കെ നിങ്ങൾ നമ്മുടെ ഇഡിയെ നിങ്ങളങ്ങനെ വില കുറച്ച് കാണല്ലേ. കറക്റ്റ് ജോണി സിൻസ് തന്നെ അല്ലേ? അങ്ങനെ ഒരു ലുക്ക് ഉണ്ട്. അണ്ണന്റെ സംസാരത്തിന്റെ രസം. പിന്നെ ഇക്ക ഫുഡ് കഴിച്ചോ? വേണൽ ഫുഡ് ഞാൻ തരാട്ടോ. ഇക്ക ഫുഡെല്ലാം കഴിച്ചു, നേരത്തെ കഴിച്ചു. അപ്പുറത്ത് വീട്ടിൽ സരള ചേച്ചി അണ്ണന്റെ വീഡിയോയെ കേട്ട ഫാനാണ് ചേച്ചി. എന്താണ് ബ്രോ ഇതൊക്കെ പറയുന്നത്? ചാനലില്ല, വൈ നോട്ട്? എന്തെങ്കിലും ഒരു ചാനലൊക്കെ തുടങ്ങിക്കൂടെ? കൊറോണ കാലത്ത് തുടങ്ങാത്ത ആൾക്കാരുണ്ടോ? ചാനൽ തുടങ്ങാത്ത മലയാളികളുണ്ടോ? യെസ്, താങ്ക് യു. എവിടെയാണ്? നാട്ടിൽ തന്നെയല്ലേ? ഗൾഫിലാണോ? വിദേശത്താണോ? ബ്രോ ലോജിക്കൽ ടാക്സ് ഇനെ റിപ്ലൈ വീഡിയോ ഇടുന്നില്ലേ? അവനെന്തിനാ റിപ്ലൈ ഇടുന്നത്? നമ്മളൊക്കെയുള്ള റിപ്ലൈ അല്ലേ ഓനിട്ടിരിക്കുന്നേ. അവനെന്തിനാ റിപ്ലൈ ഇടുന്നേ? അയ്യയ്യേ, നമ്മൾ ഇട്ടപാടന്നെ ഒന്ന് അട്ടപ്പാതിക്ക്
എണീച്ച് വന്നിട്ട് വീഡിയോ ഇട്ടില്ലേ, ഞാൻ ആ വീഡിയോ ശരിക്കും കണ്ടിട്ടില്ല, എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പറയാനുള്ളൂ. സമീറ ചാനൽ തുടങ്ങുമുത്തേ അപ്ഗെയ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയ. യെസ്, മാഷാ അല്ലാ, ഇക്ക സൂപ്പറാണ്. അശോക്, സമീറ സെറീന അറസ്റ്റ് ആവുമോ? എന്ത് ചോദ്യം അത്. പിന്നെ നിങ്ങൾ ഒറ്റക്ക് പ്രധാന ഒറ്റക്ക് വിടുന്ന വിചാരിച്ചിരിക്കുന്നത്? ശ്രീനേനെയൊക്കെ അറസ്റ്റ് ചെയ്യും, എന്തായാലും അറസ്റ്റ് ചെയ്യും. ശ്രീനേനെ അറസ്റ്റ് ചെയ്യും, കുരുവിളേനെ അറസ്റ്റ് ചെയ്യും, ദിൽരാജിനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ മുങ്ങിക്കളി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ സമീറായും പറഞ്ഞ്, സർല ചേച്ചിയും പറഞ്ഞ്. സർല ചേച്ചിയല്ല, ഞാൻ വെറുതെ. അപ്പോൾ നമ്മുടെ ഇപ്പം 24 പേരുണ്ട്. 24 പേരെയും ഇപ്പോൾ ഈ വൈകിയ വേളയിലും ഉള്ള 24 പേരെയും സ്വാഗതം ചെയ്യുന്നു. ഇക്കാൻ്റെ ഫാൻസ് മാത്രം മതി, നമുക്ക് കേരളം കത്തും. അതെ, കേരളം കത്തിക്കും നമുക്ക്, മഴയൊക്കെ കഴിയട്ടെ. സി വാട്സപ്പ് ഹോട്ട് ന്യൂസ്. വാട്ട് ഈസ് ദാറ്റ്? ആർ യു ഡിസ്റ്റർബിങ് മൈ ലൈഫ്? യു സെൻഡിങ് ബ്ലഡി വാട്സപ്പ് മെസ്സേജസ്. ഹൈറിച്ചിൻ്റെ AWS ഡാറ്റാബേസ് അൺപ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ അവിടെ നിന്നാണോ ലീഡർമാരുടെ ഡീറ്റെയിൽസ് എടുത്തത്? നോ, ഐ ഡോണ്ട് നോ. ഐ ആം നോട്ട് എ ഹാക്കർ. ഐ ഡോണ്ട് നോ ഹൗ ടു ഹാക്ക് that I don't know how to get the details. ഇതാണ് ഹോട്ട് ന്യൂസ്. ഇത് രാവിലെ ഞാൻ ഷെയർ ചെയ്ത ഡാറ്റയാണ്. അല്ല, ഇത് രാവിലെ 9:30 ഞങ്ങൾക്ക് കിട്ടിയ വാർത്തയാണ്. നേരം വേണം അപ്പപ്പോലുള്ള കാര്യങ്ങളും നോക്കൂല, എന്നിട്ട് ഈട നട്ടപ്പാതിരക്ക് ഹോട്ട് ന്യൂസ് പറയും. ഇത് രാവിലെ അനിലക്കര എൻ്റെ പോസ്റ്ററിൽ ചെയ്ത്, അണ്ണൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒലക്കാണ്. മുടി ഒന്നും സ്ട്രെയിറ്റൻ ചെയ്യൂ, അപ്പോൾ നല്ല മുടുക്കനാവും. മുടിയെല്ലാം മുറിക്കാനായി ബ്രോ, താടി അടിക്കാൻ പോലും സമയമില്ല. നോക്ക്, താടിയൊക്കെ അടിക്കണം. മഞ്ഞ ടീഷർട്ട്, ഐ ലൈക്ക് ഇറ്റ്. യെസ്, മഞ്ഞ ടീഷർട്ട്, താങ്ക് യു. ഹസിന് ചാനൽ ഇഷ്ടമല്ല, എന്നാൽ പിന്നെ തുടങ്ങിയത്. വെറുതെ എന്തിനാ കുടുംബാഹലൊക്കെ ഉണ്ടാകും. നമ്മളെ പാടായി. ചാനൽ എന്തിനാ? ചാനലിൻ്റെ ഒന്നും ആവശ്യമില്ല. അവേ ഇക്ക, ലൈവിലുള്ള ആളുകൾ എല്ലാവരും ഫുഡ് കഴിച്ചോ? അതെ, എല്ലാവരും ഫുഡ് കഴിച്ചോ? എല്ലാവരും ഫുഡ് കഴിക്കുക. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ നമ്മൾ ചോദിക്കാല്ലേ? ആരെങ്കിലും അത്താഴം കഴിക്കാതെ എന്തെങ്കിൽ കഴിക്കുക. ഹസിനോട് പോവാൻ പറ സമീറ, ഹസിൻ്റെ വയയും കിട്ടും. ഹസന് വേറെയും കിട്ടും. അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. കമ്പനിക്കാര് ലീഡേഴ്സിന് കൂടെ ആണ് ഈ കളി കളിച്ചു. അവസാനം കമ്പനിക്കാർ ലീഡേഴ്സ്മാരും കൂടെ ആണ് ഈ കളി കളിച്ചത്. അവസാനം ലീഡേഴ്സ്മാരെ ജോക്കേഴ്സ് ആയി പാവങ്ങൾ നഷ്ടപ്പെട്ടു. സമീറ യൂസഫ് ചിരിക്കുന്നു. ഹലോ രാജേഷ് ബാബു, എന്തൊക്കെയുണ്ട് വിഷയം? ഒരു യൂട്യൂബർ നിങ്ങൾക്ക് എതിരെ ഒരു വീഡിയോ ഇട്ടത് കണ്ടു. അതൊക്കെ കണ്ടിരുന്നു ബ്രോ, രാവിലെ ഇട്ടായിരുന്നു. അവൻ യൂട്യൂബിൽ നിന്ന് ഹൈറിച്ചിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ പറഞ്ഞതാണ് അവന് പ്രശ്നം. ഹൈറിച്ചിൽ നിക്ഷേപിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, ഹൈറിച്ചിലെ മണി ചെയിൻ പങ്ക് അവൻ എടുത്തു എന്നാണ് ഞാൻ പറയുന്നത്.
അല്ലേ? ഹൈറിച്ചൻ ഹൈറിച്ചിലിട്ട പൈസ 1 രൂപയാണെങ്കിലും അത് മറ്റുള്ളവരെ പറ്റിച്ച പൈസയാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് നമ്മളെ പൈസയാണെന്ന്. മറ്റുള്ളവർ പറ്റിച്ച പൈസയാണ്. അപ്പം ഞാൻ നിങ്ങളെ പറ്റിച്ചു, അവർ എന്നെ പറ്റിച്ചു എന്നും പറയാൻ പറ്റില്ല. അതിൽ നിന്ന് 1 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അത് പറ്റിച്ച പണം തന്നെയാണ്. എന്നിട്ട് അവൻ ഇത്രയും ലക്ഷക്കണക്കിന് പൈസ പറ്റിച്ചിട്ട് അവൻ ആരും അറിയാത്ത പോലെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ പാഷനാണ്, വണ്ണം കട്ടയാണ്, ഉളുപ്പുണ്ടാടാ എനിക്ക് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ. നീ എന്നാ വിചാരിച്ചത് നിന്നെ പറ്റി ആർക്കും അറിയില്ല എന്നാ? ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത സൈറ്റാണ്. അവരുടെ സൈറ്റിൽ നിന്ന് ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് പേരും യൂസർ നെയിമും പാസ്വേഡും എല്ലാം പ്ലെയിൻ ടെസ്റ്റിൽ ഉണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അയച്ചു തരുള്ളൂ. നമ്മളൊന്ന് നോക്കട്ടെ കേട്ടാ, ആരോടും പറയണ്ട. നിങ്ങളൊന്ന് അയച്ചാ എൻ്റെ ഇമെയിൽ ഐ ഡി മറ്റടിക്കണ്ടേ, എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നാൽ മതി, ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തോളാം. ഏതോ തട്ടിക്കൂട്ട് സോഫ്റ്റ്വെയർ കമ്പനിയാണ് സൈറ്റ് ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ തട്ടിക്കൂട്ട് സോഫ്റ്റ്വെയർ കമ്പനി തന്നെയാണ്. അവർ വിചാരിച്ചില്ല ഇത് ഇത്രയും 37,000 ആൾക്കാരുടെ ഡാറ്റയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സൈറ്റ് ആണെന്ന്. യെസ്, കല്യാണം കഴിച്ചതാണ്. ഒരു 10-15 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്. കണ്ടാ പറയുമോ? നട്ടപ്പാതിലേക്ക് ഹൈറിച്ചും ലോറിച്ചും മാറ്റി പിടിക്കും. ഞാൻ മാറ്റി പിടിച്ചില്ലേ? നിങ്ങളിപ്പോൾ വേറെ പറയാനില്ലാത്തതിന് പിന്നെ അത് പറയാം. ഹലോ ബ്രോ ഫ്രം ബോംബെ, ഭഗത് ഷേർ. ഞാൻ കെട്ടിയില്ലല്ലോ സമീറ, ഞാൻ കെട്ടിയില്ലല്ലോ എന്ന് പറയുന്നത്. കുട്ടികളുണ്ടോ? യെസ്, കുട്ടികളുണ്ട്. 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ ഇപ്പം നിലവിലുണ്ട്. യൂട്യൂബ് തുടങ്ങിയാൽ ഞാൻ തുടങ്ങും. അതെ സമീറത്ത, നിങ്ങൾ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും. അല്ല, ഞാൻ വിശേഷങ്ങളും ചോദിച്ചില്ലല്ലോ സമീറത്താത്ത. നിങ്ങളെ കുട്ടികളാണ്ടോ? എങ്ങനെയാണ് ഫാമിലിയൊക്കെ? സുഖമായി പോകുന്നില്ലേ? ജോലിയുണ്ടോ? എന്താണ് ഒഴിവ്? പിന്നെ കലാപരമായോ കായികപരമായോ എന്തെങ്കിലും കഴിവുള്ളതാണോ? ജന്മന ചില വാസനകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാണോ? അല്ലെങ്കിൽ നന്നായിട്ട് ബിരിയാണി വെക്കുമോ? അല്ലേ? അല്ലെങ്കിൽ ഗാർഡനിങ് ആണോ? പറയൂ. നമ്മളോട് മാത്രം ഇങ്ങോട്ട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. 5 മക്കളുമുണ്ട്. എന്നെയാണോ? മാസ് പെറ്റീഷൻ കൊടുത്താൽ പ്രയോജനം. എന്ത് മാസ് പെറ്റീഷനാ പറയുന്നത്? കോടതിയിൽ കിടക്കുന്ന കാര്യത്തിന് മാസ് പെറ്റീഷനാ? നമ്മളെല്ലാം പറ്റിച്ചു എന്നിട്ടാ? നോ ചാൻസ്. കോടതിയിൽ ഇത് ക്രിമിനൽ കുറ്റാണ് ബ്രോ, ക്രിമിനൽ കുറ്റാണ്. മണി ചെയിൻ ഈസ് എ ക്രിമിനൽ കുറ്റം. അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമത്തിന്റെ വഴിയിലൂടെ പോവുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ED കേസെടുത്ത് CBIക്ക് റെഫർ ചെയ്ത കാര്യത്തിൽ ഇവരെ സങ്കട ഹർജിയോ ഇല്ലന്റ് ലെറ്ററോ പോസ്റ്റർ കാർഡ് ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. വേറെ പണിക്ക് പോവുക. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ പണിക്ക് പോവുക. അത് മാത്രമേ പറയാനുള്ളൂ. നാളെ കെട്ടിയോളോ? അപ്പോ ഞാൻ പോയി എങ്ങോട്ട് പോവേണ്ടത്, എങ്ങോട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ EDക്ക് പരാതി അല്ല, EDക്ക് അങ്ങനെ FIR ഇല്ലാതെ ED കാണ്ട് ആക്ട്. FIR വേണം എന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കുക, EDക്ക് അയച്ചു കൊടുക്കുക. ED നിങ്ങളെ വിളിപ്പിക്കുന്നതായിരിക്കും, നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾ സേഫായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ സേഫായി. 33 വയസ്സാണ്. എൻ്റെ ഇക്ക ഗൾഫിലാണ്. വെരി 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 ഗുഡ്. ഗൾഫിൽ പോകാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ? ഗൾഫിൽ പോയിനോ? നിൽക്കാൻ്റെ അടുക്ക പോയിട്ടുണ്ടായിരുന്നോ? നിൽക്കാനൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നോ?
അപ്പോൾ ഞാൻ ഇഡിക്ക് പരാതി കൊടുക്കും. എത്രയാണ് ബ്രോ? വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദീസ്? FIR പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട്, അതൊന്നും കറക്റ്റ് അല്ല ബ്രോ. FIR പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്നുണ്ട്. ഏത് പോലീസ് സ്റ്റേഷനിലാണ്? FIR എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യുക. അവർ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ SP പരാതി കൊടുക്കുക. SP അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇനി SP എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5000 രൂപ CMP ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജില്ലയിലെ ബഡ്സ് കോടതിയിലേക്ക് ഒരു CMP ഇട്ട് കഴിഞ്ഞാൽ, ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ CMP ഇട്ട് കഴിഞ്ഞാൽ അത് വക്കീലിനെ കണ്ട് കാര്യങ്ങൾ ചെയ്ത് ഒരു മാക്സിമം 5000 രൂപയാണ്. ചിലപ്പോൾ 2000 രൂപയൊക്കെ കാര്യം നടക്കും. എന്നാലും അവർക്ക് അതിനുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം 5000 രൂപയൊക്കെയാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സേഫായി. നിങ്ങൾ ഈ തെണ്ടികൾ പറയുന്ന പോലെ പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ നടക്കണം, വക്കീലിന് കൊടുക്കണം, 2 ലക്ഷത്തിന് 1 ലക്ഷം കെട്ടിവെക്കണം. ഇതൊക്കെ ഇവർ എമ്മാതിരി കളവാ പറയുന്നത്. ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്താ ഇവർക്ക്? എന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ FIRകൾ EDക്കും കോമ്പീറ്റൻ്റ് അതോറിറ്റിക്കും അയച്ചു കൊടുക്കുന്നു. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ പൈസ ഉറപ്പായാലും കിട്ടും. അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എനിക്ക് ആ ഉറപ്പ് എനിക്ക് അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ബാക്കി കാര്യങ്ങൾ കൂടുതൽ പറയാൻ പറ്റില്ല. 5000 രൂപ ഇവിടെ കൊടുക്കണം ബ്രോ. ഇല്ല, വക്കീലിനെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ 2 കേസ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു വെള്ളക്കടലാസിൽ നിങ്ങളുടെ പരാതികളൊക്കെ അയച്ച് അതിൻ്റെ പ്രൂഫൊക്കെ കാണിച്ച് ആക്കിയിട്ട് അവരെടുത്തില്ലെങ്കിൽ, നിങ്ങൾ ഏതാ ജില്ല? അശോക് കുമാർ ഏതാ ജില്ല? മുഹമ്മദ്ക്ക് പോയോ? എവിടെയാ മുഹമ്മദ് ഖിൻ്റെ? ഞാൻ മുഹമ്മദ് ഖിനെ കണ്ടില്ലല്ലോ. എവിടെയാ മുഹമ്മദ് ഖാൻ? എറണാകുളം. ഈ എറണാകുളത്ത് FIR ഏത് പോലീസ് സ്റ്റേഷനിലാണ്? FIR നോർത്തിലെല്ലാം ഏതാ പോലീസ് സ്റ്റേഷൻ വരുമോ? FIR നോർത്തിലെല്ലാം ഇതിൻ്റെ ആദ്യത്തെ പരാതികൾ ഉണ്ടായതല്ലേ. നിങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കൂ. 1,06,000 രൂപയുടെ പരാതിയുടെ നിലവിലുണ്ട്. പിന്നെയാണ് 2 ലക്ഷം വിട്ടുകൊടുക്കരുത്. ഈ തെണ്ടിയൊക്കെ വിട്ടുകൊടുക്കരുത്. എന്തായാലും ഈ തെണ്ടിയൊക്കെ പിന്നെ അത് ആസ്വദിക്കാനൊന്നും പറ്റൂല. അവർക്കുള്ള പണികളൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തായാലും അതിൻ്റെ മേലെ പണി വരുന്നുണ്ട്. ഇൻകം ടാക്സിൻ്റെയും മറ്റൊക്കെ പണി വരും. ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എത്തേണ്ടടിക്ക് എത്തിയില്ലേ. അതുകൊണ്ട് ഇവർക്ക് സുല്ലിട്ടിട്ട് കീഴടങ്ങുക, അല്ലെങ്കിൽ നിയമത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരാളും രക്ഷപ്പെടില്ല. നിങ്ങൾ ഈ ആഴ്ച തന്നെ പോയി നോക്കൂ കേട്ടോ. എന്നിട്ട് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ SP പരാതി കൊടുക്കൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കാം നിങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഗ്രൂപ്പുകളിലൊക്കെ ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ റെസീറ്റ് മേടിച്ചിട്ടുണ്ട്, FIR വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. സമന്യ കോഴി പോയി. അപ്പോൾ വെരി ഗുഡ്. നിങ്ങൾ ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പോൾ മാക്സിമം 5000 മാത്രമേ ഉള്ളൂ. എറണാകുളത്തെ നിങ്ങൾക്ക് അറിയുന്ന വക്കീൽ ബഡ്സ് കോർട്ട് ഉണ്ട് എറണാകുളം. അവിടെ പോയി കഴിഞ്ഞാലും അതുമായിട്ട് ബന്ധപ്പെടുന്ന വക്കീലന്മാരെ കാണും. വേറെ 5000 രൂപയുടെ നിങ്ങൾ ഇന്ന് CMP ഫയൽ ചെയ്യുന്നു, നാളെ ഇത് കേസ് എടുക്കുന്നു, നാളെ തന്നെ അത് തീരുമാനം നിങ്ങളുടെ പരാതി വായിച്ചിട്ട് നാളെ തന്നെ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ഫോർവേഡ് ചെയ്യും. ഒരു കോടതിയിൽ നിന്ന്, ബഡ്സിൻ്റെ കോടതിയിൽ നിന്ന് ഒരു CMP കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തള്ളിക്കളയാൻ കഴിയില്ല. അത് അന്ന് രാത്രി തന്നെ അവർ FIR ഇടും. ഓക്കെ, ദാറ്റ് ഈസ് എ തിങ്. ഒരു കേസും കൊടുക്കില്ല. വി വിൽ കം ബാക്ക്. ഐ ആം വെയിറ്റിംഗ്. സാബിദ്ക, സത്യമായിട്ടേ ഞാൻ പറയാം. ഞാനിന്ന് എൻ്റെ ഇന്നത്തെ എനിക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പക്ഷേങ്കിൽ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് FIR ഇടുക. നിങ്ങളുടെ കമ്പനി ഇവിടെ കാര്യങ്ങൾ പെർമനൻറ്റ് ഫ്രീസ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ 212 കോടി രൂപ പെർമനൻറ്റ് ഫ്രീസ് ആയിരിക്കുകയാണ്. ഇനി അതുള്ളത് ഒരു 10-40 ദിവസം ട്രിബ്യൂണലിൻ്റെ ഒരു ടൈമുണ്ട്. അവിടെയും നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഇത് പബ്ലിക് മണിയായി മാറും, നമ്മുടെയൊക്കെ സ്വത്തായി മാറും. നിങ്ങളുടെയൊക്കെ പണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വത്തായി മാറും. കോർട്ടില്ലേ, അവിടെ നിങ്ങൾ ആദ്യം ട്രിബ്യൂണലിൽ പോകുന്നില്ലേ, പിന്നെ ദർ ഇസ് നോ കോർട്ട്. ട്രിബ്യൂണലും പോയി തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോർട്ടിൽ പോകാൻ പറ്റും. ഹൈക്കോർട്ടിൽ പോയാലും ഈ വിദേശത്ത് കടത്തിയ പണമാണ്, ഇത് ബ്ലാക്ക് മണിയാണ്, പരാതിക്കാരില്ലാത്ത പണമാണ്. അങ്ങനെയാണ്, പരാതിക്കാരില്ലാത്ത പണമാണിത്. അപ്പോൾ ആ ഒന്നും ഹൈക്കോടതി ഒന്നും തിരിച്ചു കൊടുക്കാൻ പറയില്ല. ഇല്ല. ബഡ്സ് ആക്ട് ഉണ്ട്. ബഡ്സ് ആക്ട് ഉണ്ടാകുമ്പോൾ ബഡ്സ് ആക്ടിൽ പിന്നെ കിട്ടിയിരിക്കുന്ന കംപ്ലൈൻറ്റ്, ലയബിലിറ്റി കിട്ടിയിരിക്കുന്ന പൈസ മാത്രമേ പോകൂ. അല്ലാണ്ട് നിങ്ങളുടെ ഡാറ്റാബേസ് പരിശോധിച്ചിട്ട് പിന്നെ ലയബിലിറ്റി ഉണ്ടാക്കലല്ല പിന്നെ കളക്ടർ പണി. കളക്ടറുടെ നോട്ടീസിന് കളക്ടർ പിന്നെ ഒരു നോട്ടീസ് ഇടും പത്രത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് കിട്ടുന്ന ഇത് മാത്രമേ കളക്ടർ പരിശോധിക്കൂ. ആണ്, നോയിക്കോ, അങ്ങനെയാണ്. കമ്പനി പൂട്ടിയാൽ കേസ് കൊടുക്കാം. കമ്പനി പൂട്ടിയാലും കേസ് കൊടുക്കാം. കമ്പനി പൂട്ടുന്നതിന് മുമ്പേയും കേസ് കൊടുക്കാം. കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം കോമ്പറ്റന്റ് അതോറിറ്റിയെ എതിർ കക്ഷിയാക്കി വാദിക്കേണ്ടി വരും. ഓക്കെ. കമ്പനി പൂട്ടുന്നതിന് മുമ്പേ, കമ്പനി ലയബിലിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പേ ആണെങ്കിൽ നിങ്ങൾക്ക് FIR മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വക്കീലിനെ വെച്ച് വാദിച്ച് വക്കീൽ ഫീസ് കൊടുത്ത് ചെയ്യേണ്ടി വരും. നീ ആയിട്ടില്ല മോനെ, ആകാനൊന്നുമില്ല മോനെ. ഇത്ര ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തു, ഇത്രക്ക് ചെയ്തു. സാബിത്ത് അലിയൊക്കെ ആദ്യമേ അറിയുന്ന ആളാണ്. സാബിത്ത് അലിയൊക്കെ ചില സമയത്ത് ഒരു ബുദ്ധിയുടെ ഒരു കാറ്റ് വീശും, പിന്നെ ഹയർ ചോളിയായി മാറും. അങ്ങനെയുള്ള ഒരാളാണ്. അത് വേറെ വെയിറ്റ് ചെയ്യണ്ടേ? ഐ ആം വെയിറ്റിംഗ്. അതുവരെ വെയിറ്റ് ചെയ്തൂടെ? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്നല്ലേ വേണ്ടത്. ഇപ്പോഴാകുമ്പോൾ നമുക്കൊരു വെള്ള കടലാസിൻ്റെയും ഫോട്ടോസ്റ്റാറ്റിൻ്റെയും വില മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കും. ഒരു വെള്ള കടലാസും ₹1 വെള്ള കടലാസും നിങ്ങൾ കൊടുത്ത പ്രൂഫും ഒരു ഫോട്ടോസ്റ്റാറ്റും മാത്രമേ ഉള്ളൂ. ബാക്കി FIRകളൊക്കെ ഇടും. FIRകൾ പോലീസ് തന്നെ ഫോർവേഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫോർവേഡ് ചെയ്യാം, EDക്ക് ഫോർവേഡ് ചെയ്യാം. പിന്നെ കോമ്പറ്റന്റ് അതോറിറ്റിക്കും ഫോർവേഡ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ട് കോമ്പറ്റന്റ് അതോറിറ്റിയുടെ ഓഫീസ് പോയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ചോദിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ വാദിച്ചുകൊണ്ടായില്ലല്ലോ. ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എൻ്റെ പഠിച്ച് പല ആൾക്കാരോടും ചോദിച്ചിട്ടുള്ള പറയുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് പൈസ കിട്ടിയാലും ഇത് കമ്പനി പൂട്ടിയാലും കമ്പനി പൂട്ടിയില്ലെങ്കിലും നമുക്കെന്താണ്. പക്ഷെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ആർക്കെങ്കിലും ഉണ്ടാകണമെന്നാണ് പറയുന്നത്. നിയമപരമായിട്ട് കൊണപ്പെടണം. അതുകൊണ്ടാണ് നമ്മളിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ എത്ര കളിയാക്കി കഴിഞ്ഞാലും നമ്മൾ പറയും ഇത് കേസ് ഇടണം, എന്നാൽ മാത്രമേ കിട്ടൂലൂ. കേസ് കൊടുക്കാത്തവരുടെ ക്യാഷ് പോകും. അല്ലെങ്കിൽ അവസാനമാണ് നിങ്ങൾ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ പാടാണ്. വക്കീലിനെ വെച്ച് ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇത് നിങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസോ ഇനി CBI വരികയാണെങ്കിൽ പിന്നെ CBIയുടെ മുമ്പിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ.
CBI വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസും കേസ് എടുക്കാൻ കഴിയില്ല. CBIൻ്റെ അടുക്ക പോയിട്ട് കേസ് എടുക്കണം. ഇതൊക്കെ പാടല്ലേ. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ CBIൻ്റെ അടുക്കൊക്കെ പോയിട്ട് പരാതി കൊടുത്തിട്ടൊക്കെ ആണെങ്കിൽ ഗുഡ്, നടക്കട്ടെ, ഒരു ഗമയുണ്ടായിട്ടല്ലേ. അതാണ് ബായ്. എത്ര കമ്പനി ഉണ്ട്, വെറുതെ ഇതിനെ വെറുതെ വിടും. നിങ്ങൾക്കറിയാലോ നമ്മുടെ സ്വഭാവം അറിയാലോ. നമ്മുടെയൊക്കെ ഒരുപാട് കാലം നമ്മുടെ ഒന്നിച്ചുണ്ടായതല്ലേ. നമ്മുടെ എന്തിനാണ് നമുക്ക് ഇതിനൊന്നും വേറെ ഒന്നും പ്രതീക്ഷിച്ചല്ലല്ലോ നമ്മൾ ചെയ്യുന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ദാറ്റ്സ് ആൾ. ഒരുപാട് കമ്പനികൾ ഉണ്ടാവും, പക്ഷെ ഇത് ഈ കമ്പനി തട്ടിപ്പല്ല എന്ന് പറയാൻ പറ്റുമോ? നെഞ്ഞത്ത് കൈ വെച്ചിട്ട് പറ്റുമോ തട്ടിപ്പല്ലാണ്? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ അമ്പ 12:28. കേസ് കൊടുക്കാത്തവരുടെ ക്യാഷ് പോകും, അത്രേ ഉള്ളൂ. കോടതിക്ക് പ്രാധാന്യം പോലീസ് റിപ്പോർട്ടും FIRകളാണ്. അല്ലാതെ നിങ്ങളുടെ വെള്ള പേപ്പറുള്ള അപേക്ഷകൾ കോടതി നിരസിക്കും. ഫ്രീസ് വരെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കൊടുത്തു സാബിത് ക, പറയൂ. എന്ത് ബിസിനസ് നടത്തിയിട്ട് കൊടുത്തു പറ. മറ്റുള്ളവന്റെ കാശ് മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നു അല്ലേ? അതാണ് മണി ചെയിൻ. ഫ്രീസ് ചെയ്യുന്നവരെ മണി ചെയിൻ ചെയ്തു എന്ന് പറ. ഫ്രീസ് ചെയ്യുന്നവരെ മണി ചെയിൻ ചെയ്തു എന്ന് പറ. അതല്ലേ സത്യം. ഫ്രീസ് ചെയ്തതിന് ശേഷം മണി ചെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് പൈസയും കൊടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, 42 മിനിറ്റായി. അപ്പൊ നമുക്ക് മതിയാക്കിയാലോ? 23 മിനിറ്റായി. 23 ആൾക്കാരുണ്ട് ഇവിടെ. എങ്കിലും നമുക്ക് നാളെ പൊളിക്കാം അല്ലേ? ദൈവമേ വിൽസനോ, ദൈവമേ വിൽസന് നല്ല മാത്രം വരുത്തണേ. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഐ ഡോണ്ട് കെയർ. നിങ്ങൾ ശപിക്കണോ ശപിച്ചോ, പ്രാകണോ പ്രായിക്കോ. വീക്ക്ലി ഇൻകം കാണിച്ചു പറ്റിക്കുന്ന കമ്പനി അല്ലേ? അതെ, വീക്ക്ലി ഇൻകം പൈസ വാങ്ങിച്ചിട്ട് കിട്ടിയവരെല്ലാം അതേ തന്നെ ഇട്ടു. അത് തന്നെയാണ്. അതാണ് കിട്ടിയത്. പിന്നെയും എടുത്തിട്ട് ഐഡിയ അടിച്ചു. 10 കിട്ടുമ്പോൾ വിചാരിക്കും 100 കിട്ടിക്കഴിഞ്ഞാൽ 100 ഇട്ട് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ 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 എല്ലാം പോച്ച്. ഇങ്ങനെയും സമനിച്ചേട്ടാ അല്ലേ? ഇങ്ങനെയും ആർത്തി പണ്ടായിരിക്കില്ല. സത്യം. കേട്ടാ, സാവിത്ത് പറയുന്നത് സത്യം. IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഷോർട്ട്? സമന്വയ ചേട്ടൻ എന്തോ പറയാനുണ്ടായി. ഈ ആർത്തി പണ്ടാരങ്ങൾക്ക് ഒന്നും പൈസ കിട്ടരുത് അങ്ങനെ എന്തോ പറയാനുണ്ട്. അതെന്താ ഞാൻ ഡയലോഗ് ഒന്ന് പറയൂ സമന്വയ ചേട്ടാ. I am waiting. Bye. You can wait. ഒരു കാര്യമില്ല, വെയിറ്റ് ചെയ്തോ, ഒരു കാര്യമില്ല. നിനക്ക് മാസക്കൂലിയാണോ സാറേ? എന്തിനാണ് ഈ ആസറേ? എന്താ കാര്യം? ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഒരുപാട് ആൾക്കാർ
ഇങ്ങനെ ഇത് തട്ടിപ്പല്ലാന്ന് എങ്ങനെ എന്ത് ബുദ്ധിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധി ആദ്യം ശ്രീനക്കും പ്രതാപനും ജിനിലിനും സമ്മതി ഇരുവെട്ടിക്കെല്ലാം കൊടുത്തിട്ടുണ്ടാ? അതൊക്കെ ആദ്യം തിരിച്ചു വരും. പൈസ വേണ്ട, എനിക്ക് ബുദ്ധി മതി എന്ന് പറ. എന്റെ തലച്ചോറ് തിരിച്ചു വരൂ. എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? എങ്ങനെ ഇത് മനുഷ്യനല്ലാതെ പിന്നെ എന്താണ് യാസറെ? പറ. ഇന്നലെ വാട്സപ്പിൽ ഇട്ടു, നീ ഐഡി അടിച്ചിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐഡി അടിക്കണ്ടാന്ന്. നമ്മൾ ഐഡി അടിക്കേണ്ട ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഐഡി അടിച്ചാലേ ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് ഐഡി അടിക്കാത്തതുകൊണ്ടാണോ ഇഡി നിങ്ങൾ മണി ചെയിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്? നിങ്ങൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് വെറും നെയിം സേക്ക് ആണെന്നും നിങ്ങളുടെ ഉദ്ദേശം മണി റൊട്ടേഷൻ ആണെന്നും മണി ചെയിൻ ആണെന്നും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എത്ര ഇട്ടു എത്ര കൊടുത്തു ആർക്കെങ്കിലും അധികം കൊടുത്തനോ അതൊക്കെ കണ്ടുപിടിച്ചില്ലേ ഇഡി. 5 പേർക്കാണ് അധികം കൊടുത്തിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപ. അതൊക്കെ കണ്ടുപിടിച്ചില്ലേ? പാവങ്ങളുടെ ക്യാഷാണ് യാസർ, അങ്ങനെ പറ. പാവങ്ങളുടെ ക്യാഷാണ്, പാവങ്ങൾ അറിയാതെ ഇട്ടുപോയതാണ്, അവർക്ക് പൈസ തിരിച്ച് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ FIR ഇടാൻ പറയുന്നത്. അല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അവർക്ക് ഫ്രീ ആയിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് FIR ഇടാൻ പറയൂ. പാവങ്ങളുടെ പൈസ തന്നെയാണ് ജിനിലെ പോലെയും ഫിജീഷിനെ പോലെയും ദീപേഷിനെ പോലെയും അങ്ങനെ ഒരുപാട് ലീഡർമാരുണ്ട്. മെയിനായിട്ട് 40 ലീഡർമാരാണുള്ളത്. മെയിൻ 40 ലീഡർമാർ 1 കോടിയിലേറെ രൂപ ഉണ്ടാക്കിയ 40 ലീഡർമാർ. അവരൊക്കെ ഇപ്പൊ ഉണ്ടോ? ഇപ്പം വെറും 2ാം കിട ടീമല്ലേ നിങ്ങളെ നയിക്കുന്നത്? 2ാം കിട ടീം, ചുക്കും ചൂണ്ടാൻ പറയാത്ത ടീമുകള്. കഷ്ടമുണ്ട്. എവിടെ സമത എവിടെ? ജിനിൽ എവിടെ? ഫിജീഷ് എവിടെ? വലിയ വലിയ ടീമുകളൊക്കെ പോയി. നമ്മുടെ ഷമിഷ, പിന്നെ എന്താണ് ദീപേഷ് തിരൂര്, എവിടെ പോയി അവരൊക്കെ? പോത്തുകളോട് ഭേദമതി അല്ലല്ല. നമ്മള് അങ്ങനെയാണെങ്കിലും നമ്മളായാലും ഇവരായാലും ഇവരുടെ പൈസ കിട്ടണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. മനസ്സിലാകുന്നുണ്ട്, യാസറിനൊക്കെ മനസ്സിലാകുന്നുണ്ട്. യാസറിനൊക്കെ വിഷമം എന്ന് പറയുന്നത് പൈസ പോയത് കൊണ്ടാണ്. പക്ഷെങ്കിൽ ഇവർ മണി ചെയിനാണ് ചെയ്തതെന്ന് അറിയാം. അല്ലാതെ എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ, കമ്പനി നഷ്ടത്തിലാണെന്നും കോടിക്കണക്കിന് രൂപ പ്രൊമോട്ടർമാർ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഒരാളുടെ പൈസ എടുത്തിട്ടില്ലേ മറ്റേ കൊടുക്കുന്നേ? എന്റെ ക്യാഷ് പോയിട്ടില്ല. അപ്പൊ എന്റെ ക്യാഷ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചു കള്ളൻ. എന്റെ ക്യാഷ് പോയിട്ടില്ല, ഞാൻ അത് ഇതിൽ ഉണ്ടാക്കിയ ആളാണ് അല്ലേ. അതുകൊണ്ടാണ് ഇത്ര രോഷം. ഇത് ശരിയാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും കേസ് കൊടുത്തിട്ടൊക്കെ നമുക്കത് പണി കിട്ടുമോ? നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളോട് വന്നിട്ട് പൈസക്ക് ചോദിക്കുമോ? അല്ല ഇവനെന്തിൻ്റെ കേടാണ്? അതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം യാസറെ. അപ്പോൾ തീരെ ഗതിയില്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം യാസറെ. ഒരുപാട് ആൾക്കാർ മരുന്ന് മേടിക്കാനും കുട്ടികളുടെ ഫീസ് അടക്കാനും ഒക്കെ ഗതികേടായിട്ട് EMI ഒക്കെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കൊടുക്കണം. Are you invested in high raise? No, sir. No, I didn't. അശോക് കുമാർ, ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രോ ഈ ലീഡേഴ്സ്മാരെ, ഈ ലീഡർമാർ. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് മതിയാക്കാം. 50 മിനിറ്റായി. 1 മണിയാകാനായി. 12:37 കൂട്ടിക്കാൻ എളുപ്പമാണ്. പൂട്ടിക്കാൻ എളുപ്പ? നോ, പൂട്ടിക്കാൻ എളുപ്പമല്ല. തട്ടിപ്പ് കമ്പനിയെ പൂട്ടിക്കാൻ എളുപ്പമാണ്, മറ്റുള്ള കമ്പനിയൊന്നും പൂട്ടിക്കാൻ എളുപ്പമല്ല. ഇതൊക്കെ പോലീസ് ആ സമയത്ത് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ടേ പൂട്ടിപ്പോകേണ്ട ഒരു കമ്പനിയാണ്. 2021 തന്നെ പോലീസ് റെയ്ഡൊക്കെ നടത്തിയതാണ്, ഹാർഡ് ഡിസ്കൊക്കെ പിടിച്ചെടുത്താണ്.
നാളെ കാണാം. ഓക്കെ ഓക്കെ സാബിത് ഖാൻ, നാളെ കാണാം. യാസറെ പറഞ്ഞൊന്നും മനസ്സിലാക്കരുത്. ഒന്ന് മാറി ചിന്തിക്കും. പാവങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ടീമിൽ പാവങ്ങളുണ്ടെങ്കിൽ പാവങ്ങൾക്ക് ചെറിയ പൈസയൊക്കെ കൊടുക്കണം. കോടിക്കണക്കിന് പൈസയൊക്കെ ഉണ്ടാക്കിയ ആളാണോ യാസറെ? കോടിപതിയാണോ? അശോക് കുമാർ, സക്കറേക്ക, ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ഹൈക്കോർട്ടിൽ ഹാരിസിന്റെ അപ്പീൽ നാളെ മാറ്റി വെക്കും ബ്രോ, നാളെ മാറ്റി വെക്കും. നാളെ വെക്കും. Do you have any timeline on when the case will come to an end? Actually, within 2 months, all the court procedure will over. Lower court means session court and high court process will over in 2 months. ഹൈക്കോർട്ട് പിന്നെ മതിയാകട്ടെ. ബൈ ബൈ. 16 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും പേര് വിളിക്കാത്ത എല്ലാവർക്കും, രാജ്കുമാർ സർ, അശോക് കുമാർ, സാബിത് അലി, പിന്നെ ബൈ 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 ബൈ.